നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. MBBS BDS വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ആദ്യഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ MBBSൻ്റെയും BDSൻ്റെയും ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലെയും ആദ്യഘട്ട അലോട്ട്മെൻറ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ അലോട്ട്മെൻറ്റ് പ്രകാരം ഏതെങ്കിലും ഒരു കോഴ്സിലോ കോളേജിലോ പ്രവേശനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ MBBS BDS അലോട്ട്മെൻറ്റുകളിൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിലൊക്കെ നമുക്ക് പ്രവേശനം വേണമെങ്കിൽ നിർബന്ധമായും 24-ാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ ഈ കോളേജുകളിൽ നേരിട്ട് ചെന്ന് മുഴുവൻ പൈസയും ഫീസായിട്ടും അതുപോലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് പ്രവേശനം ഉറപ്പാക്കേണ്ടതാണ്. MBBS BDSൻ്റെ 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലുമൊക്കെ തുടർന്ന് നിങ്ങളെ പരിഗണിക്കുകയും അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷം നിങ്ങൾക്ക് മറ്റുള്ള ഹയർ ഓപ്ഷനിലോട്ട് പോകാൻ അനുവദിക്കുന്നതുമാണ്. കേരള MBBS BDSൻ്റെ ആദ്യഘട്ട അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അതാത് കോളേജുകളുടെ വെബ്സൈറ്റുകൾ നോക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ആവശ്യത്തിന് സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും സഹിതം നിർദ്ദിഷ്ട പ്രവേശനം ലഭിച്ച കോളേജുകളിൽ 24-ാം തീയതിക്ക് മുമ്പ് ചെന്ന് 24-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ ചെന്ന് അഡ്മിഷൻ ഉറപ്പാക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി MBBSനും BDSനും പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ സ്വകാര്യ മേഖലയിലുള്ള കോളേജുകളിലാണ് പ്രവേശനം ലഭിച്ചതെങ്കിൽ എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി പ്രവേശന ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. മുഴുവൻ തുകയും കോളേജുകളുടെ അക്കൗണ്ടിലോട്ടാണ് അടയ്ക്കേണ്ടത്. ഉദാഹരണത്തിന് ജൂബിലി, അമല, ഗോകുലം അല്ലെങ്കിൽ സോമർവെല്ല്, പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, PK ദാസ്, കരുണ പോലെയൊക്കെയുള്ള സ്വകാര്യ MBBS പ്രവേശനമോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് BDS സീറ്റുകളോ ആണ് പ്രവേശനം ലഭിച്ചിരിക്കുന്നതെങ്കിൽ അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ പറയുന്ന മുഴുവൻ ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസും ഹോസ്റ്റൽ ഫീസും അടക്കം അതാത് കോളേജുകളുടെ അക്കൗണ്ടിലോട്ടാണ് ഫണ്ട് ട്രാൻസ്ഫറായി അടച്ച് 24-ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ പൂർത്തിയാക്കേണ്ടത്. എന്നാൽ ഗവൺമെൻറ് മേഖലയിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് 5000 രൂപ രജിസ്ട്രേഷൻ ഫീസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുക ഗവൺമെൻറ് MBBS ആണെങ്കിൽ 18,000-ഉം ഗവൺമെൻറ് BDS ആണെങ്കിൽ 15,000 രൂപയും എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി തന്നെ ഓൺലൈനായിട്ട് അടച്ചാണ് പ്രവേശനം ഉറപ്പാക്കുകയും 24-ാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ കോളേജുകളിൽ ജോയിൻ ചെയ്യുകയും ചെയ്യേണ്ടത്. സ്വകാര്യ മേഖലയിൽ പ്രവേശനം കിട്ടിയവർക്ക് രജിസ്ട്രേഷൻ ഫീസ് 5000 രൂപ ട്യൂഷൻ ഫീസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് പിന്നീട് അടുത്ത 2026 ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ തിരിച്ചു തരികയും ചെയ്യും. 5000 രൂപ കുറഞ്ഞ് ബാക്കിയുള്ള തുകയല്ല സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ അടയ്ക്കേണ്ടത്. മുഴുവൻ തുകയും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ ഫീസായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പ്രവേശന നടപടികളിൽ സ്വകാര്യ മേഖലയിലാണ് പ്രവേശനം കിട്ടിയതെങ്കിൽ ട്യൂഷൻ ഫീസിൻ്റെ റെസീപ്റ്റ് ഹാജരാക്കേണ്ടതായിട്ടും ഇല്ല. ഓരോ കോളേജുകളുടെയും വെബ്സൈറ്റിൽ അലോട്ട്മെൻറ്റ് നടപടികളുടെ കൃത്യമായ മാർഗ്ഗരേഖകളുണ്ട്. സർട്ടിഫിക്കറ്റുകൾ ചെക്ക് ലിസ്റ്റായിട്ട് കൃത്യമായിട്ട് തയ്യാറാക്കുകയും അതിൻ്റെ ആവശ്യത്തിനുള്ള കോപ്പികൾ എടുക്കുകയും അവയുടെയൊക്കെ സോഫ്റ്റ് കോപ്പികൾ കരുതുകയും അവർ പറഞ്ഞിരുന്ന അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ റെസീപ്റ്റുമായിട്ടാണ് പ്രവേശനത്തിനായി പുറപ്പെടേണ്ടത്. ബോണ്ട്, ആൻറ്റി റാഗിംഗ്, വാക്സിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാവകാശം ലഭിക്കുന്നതുമാണ്. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായി കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷനിലേക്ക് പോകുന്നു എന്നുള്ള വിവരം കോളേജുകളിൽ ബന്ധപ്പെട്ട പ്രിൻസിപ്പൽമാരെ അറിയിക്കേണ്ടതായിട്ടോ വില്ലിങ്നെസ്സോ അങ്ങനെയുള്ള യാതൊരു വിധ മാർഗനിർദ്ദേശങ്ങളുമില്ല. ഹയർ ഓപ്ഷനിലോട്ട് പോകുവാൻ വേണ്ടി 2ാം ഘട്ട അലോട്ട്മെൻറ്റ് തുടങ്ങുമ്പോൾ ഓപ്ഷൻ കൺഫർമേഷനാണ് ചെയ്യേണ്ടത്. ഇനി കേരള B.Pharm റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള അറിയിപ്പ്. കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും B.Pharm കോളേജുകളുണ്ട്. ഗവൺമെൻറ് മേഖലയിൽ 17,000 രൂപയും സ്വകാര്യ മേഖലയിൽ ഏതാണ്ട് 1,50,000 രൂപയ്ക്കും അടുത്താണ് B.Pharm കോഴ്സിന് ഫീസായി വരുന്നത്. ആ തുക അടച്ച് കേരള B.Pharm പ്രവേശനത്തിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ആരംഭിച്ചിരിക്കുന്നു. മൂന്നാമതായിട്ട് കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ഒരു ഓൺലൈൻ അലോട്ട്മെൻറ്റ് കൂടി എൻട്രൻസ് കമ്മീഷണർ ക്ഷണിച്ചിരിക്കുന്നു.
നിലവിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിച്ചിട്ട് അഡ്മിഷൻ ക്യാൻസലാക്കിയ വിദ്യാർത്ഥികൾക്കും ഇതുവരെയും എഞ്ചിനീയറിംഗിൽ ഒരു പ്രവേശനം ലഭിക്കാത്തവർക്കും ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാം. ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും അർദ്ധ സർക്കാർ മേഖലയിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും കോഴ്സുകൾക്കും ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. MBBSനും BDSനും പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ 24-ാം തീയതിക്കുള്ളിലാണ് കോളേജുകളിൽ ചെന്ന് പ്രവേശന നടപടികൾ പൂർത്തിയാക്കുകയും രണ്ടാം ഘട്ടം തുടങ്ങുന്ന സമയത്ത് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തി ആവശ്യത്തിന് ഹയർ ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. NRI കോട്ടയിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളും മുഴുവൻ തുകയും കോളേജിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഫണ്ട് ട്രാൻസ്ഫറായി നൽകേണ്ടത്. BPharm എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് 22-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാൻ അവസരം. 2000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചാണ് BPharmനും എഞ്ചിനീയറിംഗിനും പുതിയതായി ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ എഞ്ചിനീയറിംഗിൽ നിലവിൽ ഒരു കോളേജിൽ പ്രവേശനം പൂർത്തിയാക്കി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2000 രൂപ അടയ്ക്കേണ്ടതായിട്ടില്ല. BPharm പ്രവേശനത്തിന് 22-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ കൊടുക്കാനുള്ള സൗകര്യം അവസാനിക്കുകയും താൽക്കാലിക അലോട്ട്മെൻറ്റ് 23-ാം തീയതിയും ഫൈനൽ അലോട്ട്മെൻറ്റ് 25-ാം തീയതിയും ലഭിക്കും. BPharmനോ എഞ്ചിനീയറിംഗിനോ പ്രവേശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ 30-ാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ അതാത് കോളേജുകളിൽ ചെന്ന് പ്രവേശനം ഉറപ്പാക്കേണ്ടതുമാണ്. BPharmന് ഗവൺമെൻറ് മേഖലയിൽ 17,370 രൂപയും സ്വകാര്യ മേഖലയിൽ ട്യൂഷൻ ഫീസ് 1,14,000-ഉം സ്പെഷ്യൽ ഫീസ് 43,848 രൂപയുമാണ് ട്യൂഷൻ ഫീസായി കണക്കാക്കുന്നത്. അതുപോലെ ആർക്കിടെക്ചർ കോഴ്സുകൾക്കും വേണമെങ്കിൽ പുതിയതായിട്ട് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം. BPharmന് ഗവൺമെൻറ് മേഖലയിൽ 5 കോളേജുകളും സ്വകാര്യ മേഖലയിൽ 58 കോളേജുകളുമാണ് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗവൺമെൻറ് മേഖലയിൽ ആലപ്പുഴ, കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം, കണ്ണൂർ എന്നീ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലാണ് BPharmന് സീറ്റുകളുള്ളത്. സ്വകാര്യ മേഖലയിൽ മറ്റ് 58 കോളേജുകളിലും. ഇവ നമുക്ക് താല്പര്യമുള്ള കോളേജുകൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാം. സമർപ്പിച്ചതിന് ശേഷം 26-ാം തീയതി മുതൽ 30-ാം തീയതിക്കുള്ളിൽ കോളേജുകളിൽ ചെന്ന് അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കണം. MBBSനോ BDSനോ സ്വകാര്യ മേഖലയിലോ ഗവൺമെൻറ് മേഖലയിലോ പ്രവേശനം ലഭിച്ച OEC, SC, ST, KN, KU, ധീവര എന്നീ വിഭാഗങ്ങൾ ട്യൂഷൻ ഫീസിൽ നിന്നും ഒഴിവാക്കിയതിനാൽ ആ കോളേജുകളിലെ സ്പെഷ്യൽ അഡ്മിഷൻ ഫീയും ഹോസ്റ്റൽ ഫീയും അടച്ച് മുഴുവൻ സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് അഡ്മിഷൻ ഉറപ്പാക്കേണ്ടതുമാണ്. തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളുടെ വിശദമായ വിവരങ്ങൾ ബുർലൻ യൂട്യൂബ് ചാനലിൽ ലഭ്യമായിരിക്കും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.